Ladies and gentlemen, boys and girls, പ്ലാറ്റ്ഫോംസ് എൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പാലക്കാട് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. പാലക്കാടിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ബാക്കി സ്റ്റേഷനോട് പോയിട്ട് പറയാം. അപ്പോൾ ഇതാണ് പാലക്കാട് ജംഗ്ഷനിലെ ZDM5. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്നും കൂടി കാണിക്കുന്നു. അങ്ങ് ദൂരെയാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ കാണാം. അപ്പോൾ നമ്മളിന്ന് പാലക്കാട് നിന്നൊരു ലോങ് യാത്രയാണ്. ആക്ച്വലി മൾട്ടിപ്പിൾ സീരീസ് ആയിട്ടുള്ളൊരു യാത്രയാണ്. ഇപ്പോൾ ജസ്റ്റ് ഇതിപ്പോൾ പാലക്കാട് സ്റ്റേഷനിൽ നിന്ന് ഈ വീഡിയോയിൽ പാലക്കാട് നിന്ന് മൈസൂർക്കുള്ള യാത്രയാണ്. 16316 കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്സിന് പാലക്കാട് ജംഗ്ഷൻ ടു മൈസൂരാണ് യാത്ര. ഫാമിലി മൊത്തമുള്ളൊരു യാത്രയാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു ലോങ് യാത്ര പോകുന്നുണ്ട്. സോ ദിസ് ഓൺലി ഇത് ബിഗിനിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. പല പ്രാവശ്യം കാണിച്ചിട്ടില്ലാണെങ്കിൽ ഇന്നൊരു വെറൈറ്റി ഒന്നും കൂടെ കാണിച്ചേക്കാമെന്ന് വെച്ചു. നമ്മുടെ ട്രെയിനിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല, അവിടുത്തെ ബോർഡ് ഓഫാണ്. അപ്പോൾ നമുക്കിനി ഉള്ളിൽ പോയിട്ട് നമ്മൾ ട്രെയിനിനെ പറ്റി ഇൻഫർമേഷൻ എല്ലാം ഉണ്ടോ നോക്കാം. എന്തായാലും പ്ലാറ്റ്ഫോം 4 5 തന്നെ ആയിരിക്കും, അല്ലാണ്ട് വേറെ ഒരു പ്ലാറ്റ്ഫോമിലും പോകാറില്ല. പ്ലാറ്റ്ഫോമിൽ സ്റ്റേഷനിൽ പതിപോലെ തിരക്കാണ്. ഇപ്പോൾ ക്രിസ്മസ് അവധിക്കാലമാണ്, നല്ല തിരക്കുണ്ട്. കണ്ട ഇതൊക്കെ തന്നെ നിറച്ച ആൾക്കാരാണ്. നമുക്കത് നേരെ ഉള്ളിലേക്ക് പോകാം. നേരെ നമുക്ക് 4 5 അങ്ങ് പോകാം. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. നമ്മുടെ ട്രെയിൻ എന്താ കയറി വരുന്നുണ്ട്. നമ്മൾ B5 B5 7ാമത്തെ കോച്ചിനാണ് പറയുന്നത്. ഞാനിപ്പോൾ 8ാമത്തെ കോച്ചിനടുത്ത് നിൽക്കുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ട്രെയിന് 37068 നോയപുരം. ആദ്യത്തെ 2 കോച്ച് ഹംസഫർ കോച്ചുകളാണ്, പിന്നെ അങ്ങോട്ടുള്ള നോർമൽ കോച്ചുകളാണ്. നമ്മൾ B5 എന്നാലും ട്രെയിൻ വന്ന് നിന്നിട്ട് കുറച്ച് ലഗേജൊക്കെ ഉണ്ട്. കാരണം ഞങ്ങളൊരു ലോങ് യാത്രയാണ്, അതുകൊണ്ട് കുറച്ചധികം ലഗേജ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ വരുന്നതാണ് കോച്ച് B5 20520 2020 ബിൽട്ടാണ്. ഇതാണ് നമ്മുടെ കോച്ച്. ഇതാണ് നമ്മുടെ ട്രെയിൻ. കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് B5 ആണ്. അങ്ങനെ ഉള്ളിലോട്ട് കയറാം. ഇതാണോ പാറുവിൻ്റെ സീറ്റ്? ഇവിടെ നിന്നാണ് യാത്ര. നമുക്കന്ന് ഉള്ളിലോട്ട് പോവാം. കയറിക്കോ. ആ ലോവർ അങ്ങനെ നമ്മൾ പുറപ്പെടുകയായി. നമ്മുടെ LPയുടെ സിഗ്നൽ കാണാം. വളരെ സ്മൂത്തായിട്ടുള്ളൊരു ഡിപ്പാർച്ചറാണ്. നമ്മൾ അല്പം മുമ്പ് TT വന്ന് ഡോർ അടയ്ക്കാൻ പറയായിരുന്നു. അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഉടനെ ഡോർ അടയ്ക്കാം. അത് കഴിഞ്ഞപ്പോൾ കിടക്കണം. നല്ല ഉറക്കക്ഷീണമുണ്ട്. പിന്നെ നാളെ നമ്മൾ എണീക്കുന്നിടം മുതൽ മിക്കവാറും ബംഗാർപേട്ടയ്ക്ക് ആകുമ്പോഴേക്കും എണീക്കുമായിരിക്കും. അവിടെ മുതൽ നമ്മൾ മൈസൂർ വരെയുള്ള കവറേജ് കാണിച്ചു. നല്ല മഞ്ഞുണ്ട് കണ്ടോ. ഇതായിരുന്നു പാലക്കാട് ജംഗ്ഷൻ. ഇനിയിപ്പോൾ ഞാൻ കിടക്കാൻ പോകണം. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം. ഡോറടച്ചേക്കാം. ഫാമിലി സ്റ്റേഷനുള്ള എൻട്രൻസ് ഞാൻ വിൻഡോന്ന് പിടിച്ചാൽ നിങ്ങൾ കണ്ടു പോകുമ്പോൾ
വെസ്റ്റ് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ടൈമിനാണോ ലേറ്റ് ആണോ എനിക്ക് അറിയില്ല, പക്ഷേ നമ്മുടെ സിഗ്നൽ നല്ല റെഡാണ്. ഇതാണ് കോയമ്പത്തൂർ സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ കോച്ച്. പവർ പാനലുമൊക്കെയാണ്. ടോയ്ലറ്റിന് അവസ്ഥ ദുരന്തമാണ്. ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ ടോയ്ലറ്റിന് മറ്റേ ലോക്ക് പോലും ഇല്ല. ശരിക്കും ദുരന്ത അവസ്ഥയാണ്. നാറ്റം എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത നാറ്റമാണ്. ഭയങ്കര മോശം അവസ്ഥയാണ്. ഇതിൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. ഭയങ്കര മോശമാണ്. അങ്ങനെ കോച്ച് 205-118 ഭയങ്കര മോശം അവസ്ഥയാണ് ഇതിൻ്റെ. ഇപ്പോൾ ഹോൺ അടിച്ചു പുറപ്പെടുകയും തോന്നുന്നു. പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് വിട്ടു. ഞാൻ ബ്ലാങ്കറ്റിന് കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാകട്ടെ. നല്ല ഉറക്കം വരുന്നുണ്ടെന്ന്, ഉറങ്ങാനും പറ്റുന്നില്ല, തണുപ്പ് കാരണം. ഗുഡ് മോർണിംഗ് ഫോക്സ്. കുറച്ച് നേരത്തെ നമ്മൾ ബംഗാർപേട്ട് കിടക്കുന്ന ഞാൻ കാണിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ ചായക്കൽ സ്റ്റേഷനിലെത്തി. തേക്കൽ ബാംഗ്ലൂർ ചെന്നൈ ശതാബ്ദിയാണ് പോയത്. നല്ല മൂടൽ മഞ്ഞുണ്ട്, നല്ലോണം ഫോഗിയാണ്. ഇവിടെ നല്ല റോക്കി ആയിട്ടുള്ളൊരു മലയുള്ളതാണ്. പക്ഷേ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല മഞ്ഞ് കാരണം. അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള മലകളാണ് ഇവിടെ ഉള്ളത്. ഈ സ്ട്രെച്ചിലെത്തി തേക്കൽ കഴിഞ്ഞ് കുറച്ച് ദൂരത്തേക്ക്. പക്ഷേ മഞ്ഞ് കാരണം ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ചെറുതായിട്ട് മഞ്ഞ് മാറി തുടങ്ങി. നമ്മൾ ബാംഗ്ലൂർ സിറ്റിയുടെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഞ്ഞൊക്കെ മാറി. ഇപ്പോൾ ദേവംകൊന്തിയാണോ മാളൂരാണ്? മാളൂരാണ്. നമ്മൾ കുറച്ച് നേരം എല്ലാ സ്റ്റേഷനും അൺസ്കെഡ്യൂൾഡ് നിർത്തുന്നുണ്ട്. അൺറിസർവ്ഡ് അല്ല, അൺസ്കെഡ്യൂൾഡ്. തേക്കൽ ജസ്റ്റ് നിർത്തിയെടുത്തു. അത് കഴിഞ്ഞിട്ട് വ്യാത്രായനപുരമായിരുന്നു, അവിടെ ഒന്ന് നിർത്തിയെടുത്തായിരുന്നു. അത് മാളൂർ. മാളൂരും കൊണ്ട് നിർത്തി. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞുള്ളൂ എന്താ പറയുക, മഞ്ഞ് കുറഞ്ഞു. അവിടെ മാളൂരിൽ പ്രത്യേക നല്ല മഞ്ഞുണ്ട്. എല്ലാ സ്റ്റേഷനും നിർത്തിയെടുക്കുകയാണ്. ഇപ്പം ജസ്റ്റ് നിർത്തി ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സൗണ്ട് വെക്കാം. കുറച്ചധികം നേരം കിടന്നിട്ട് എടുത്തു. ഇവിടെ ഒരു 5 മിനിറ്റിനടുത്ത് കിടന്നു തോന്നുന്നു മാളൂർ.
മാളൂർ സ്റ്റേഷൻ. ഫ്രണ്ടിലാണ് സ്റ്റേഷൻ. പോയത് ലാൽബാഗ് എക്സ്പ്രസ് ആണ്. ഇത് കണ്ടിട്ട് ക്യാബേജ് തോട്ടം പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ദേവൻകൊന്തി എത്തി. കാണുന്ന ഒരു പെട്രോളിയം അൺലോഡിങ് യാർഡാണ് ഈ വലിയ മതിൽ കാണുന്നത്. നേരത്തെ പറഞ്ഞ യാർഡ് പെട്രോളിയം അൺലോഡിങ് യാർഡാണ്. ഇവിടെ വലിയ സിലോസിലെ വലിയ ടാങ്കുകളിലെ പെട്രോൾ സ്റ്റോർ ചെയ്ത് അതാണ് ഈ റീജിയനിലെ പെട്രോളിയം സപ്ലൈക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒന്നും കാണാനില്ല, ഫുള്ള് മഞ്ഞുണ്ട്. ഇവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. SMVT ബംഗളൂരു ഭഗത്തി കോട്ടി കാലിറൈക്ക. ലോഡഡ് കോൾറേക്കാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ക്ലിയറൻസ് നമ്മളിപ്പോൾ അത് കനങ്ങി തുടങ്ങി. ഈ വാഗണിൻ്റെ പുറത്തുള്ളൊരു ചെറിയ പഴയ സ്റ്റിക്കർ കാണിക്കുന്നത് ടാറ്റ സ്റ്റീൽ കോക്ക് HMC എന്നാണ്. ഫ്രം HMC ടാറ്റ സ്റ്റീലിൻ്റെ കോക്കാണ്. ട്വിൻ WDG ഫോർ ഷണ്ടിങ് ആണെന്ന് തോന്നുന്നു. നല്ല മുറൽ മഞ്ഞ. ഇപ്പോൾ നമ്മൾ ഫൈനലി വൈറ്റ് ഫീൽഡ് സ്റ്റേഷനിലോട്ട് കയറാണ്. അവിടെ നമ്മളെ കാത്തൊരു G9 നിൽപ്പുണ്ട്. ഇതാണ് വൈറ്റ് ഫീൽഡ്. ഹാജി സർ ഇസ്മായിൽ സീറ്റ് മോസ്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ചെറുമാറി കുറേ ബിൽഡിങ്ങൾ കാണാം. അപ്പോൾ ഇതൊരു ഗോമോഡ വാഗൺ 31269. ഒരു ഫുൾ നീല കളർ റേക്കാണിത്. ഇത് SMVT ബംഗളൂരു ദാനാപൂർ സ്പെഷ്യലാണ്. ഏകദേശം ഒരു 7.5-8 മണിക്കൂറിൻ്റെ ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടുന്ന് തുടങ്ങുന്നത് തന്നെ 7.5-8 മണിക്കൂർ ലേറ്റാണ്. ഫുൾ ബ്ലൂ കളർ റേക്കാണിത്. ഇടയ്ക്ക് 1-2 ക്രിസ്റ്റ് കോച്ച് മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ട് ഓൾറെഡി പച്ചയാണ്. അപ്പം ഇനിയിപ്പോൾ ആൾക്കാർ കയറി കഴിഞ്ഞാൽ ഒട്ടങ്ങ് വിടും. നമ്മൾ ജസ്റ്റ് വിട്ടു വൈറ്റ് ഫീൽഡ്. ഇതായിരുന്നു വൈറ്റ് ഫീൽഡ്. ഈ കാണുന്നതാണ് വൈറ്റ് ഫീൽഡ് മെട്രോ സ്റ്റേഷൻ, കാടുകോടി മെട്രോ.
ഇവിടെ ഒരു ബോർഡുണ്ട്, അത് ബോർഡ് റിമൂവ് കളഞ്ഞു. ഇവിടെ കാടുകോടി മെട്രോ എന്ന് പറഞ്ഞ ബോർഡുണ്ട് കഴിഞ്ഞ ദിവസം. ഈ എക്സ്ട്രീം ലെഫ്റ്റ് കാണുന്ന ലൈന് സാറ്റലൈറ്റ് ഗുഡ്സ് ടെർമിനലിലേക്ക്, വൈറ്റ് ഫീൽഡ് സാറ്റലൈറ്റ് ഗുഡ്സ് ടെർമിനലിലേക്ക് പോകുന്ന ലൈനാണ്. നമ്മൾ കൃഷ്ണരാജപുരം ഷെഡിൻ്റെ പുറത്താണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഷെഡിലേക്ക് പോകുന്ന ലൈനാണ്. ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്നത്, അടിയിൽ കാണുന്നത് ഷെഡിലേക്ക് പോകുന്ന ലൈനാണ്. അപ്പുറത്ത് 3rd and 4th ലൈനിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ലെവലിംഗ് ആണ് കാണുന്നത്. അപ്പുറത്താണ് സ്റ്റേഷൻ. നമ്മൾ ഔട്ടറിൽ നിർത്തിയിരിക്കുകയാണ്. അവിടെ കൃഷ്ണരാജപുരം ബ്രിഡ്ജ് കാണാൻ പറ്റും. എനിക്കൊന്ന് ഫ്രണ്ടിൽ പോയിരിക്കുന്ന മറ്റേ ഹൗറ SMVT എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിൽ നിർത്തി ആളെ ഇറക്കി ക്ലിയർ ചെയ്യാൻ വേണ്ടി നിന്നെന്ന് തോന്നുന്നു. കൃഷ്ണരാജപുരത്ത് ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോംസ് ഉള്ളതാണ്. മേ ബി അത് ഓക്യുപ്പൈഡ് ആയിരിക്കും. ആ മുകളിൽ കാണുന്ന സാധനമാണ് കൃഷ്ണരാജപുരത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് തെറ്റാണ്. ഒരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. വെൽക്കം ടു കൃഷ്ണരാജപുരം. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിൽ ഒരുപാട് പേര് ഇറങ്ങാറുണ്ട് ഇവിടെ. ഇന്നൊരു ഞായറാഴ്ചയാണ്, ക്രിസ്മസിൻ്റെ തലേദിവസമാണ്. എന്നാലും അവിടെ ഓപ്പോസിറ്റ് സൈഡിലെ പ്ലാറ്റ്ഫോമിലെ തിരക്ക് ശ്രദ്ധിക്കുക. അവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബംഗാർപേട്ടോ മാരിക്കുപ്പമോ മറ്റോ ഉള്ള ഒരു മെമു വരാനുണ്ട്. അല്ല, 12610 തിരക്കാണ്. 12610 എന്ന് പറയുമ്പോൾ മൈസൂർ ചെന്നൈ എക്സ്പ്രസ്, അതിൻ്റെ തിരക്കാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് കൃഷ്ണരാജപുരം സ്റ്റേഷൻ. അപ്പുറത്ത് മെമു വരുന്നുണ്ട്, അത് പെട്ടെന്ന് കണ്ടേക്കാം. മാരിക്കുപ്പം മെമു ആണ്. ഉത്കൃഷ് ലിവറിയുടെ പഴയ ടൈപ്പ് മെമു ആണ്. നമുക്ക് പുറപ്പെടാനുള്ള സ്റ്റാർട്ടറായി. അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. ഇപ്പോഴത്തെ സൈഡിൽ കുറേ ലോക്കോസിനാണെന്നുള്ളത് അതാണ്. ബിലാസ്പൂരിൻ്റെയും വൽസാഡിൻ്റെയൊക്കെയാണ് ലോക്കോ. അപ്പോൾ ഈ റൈറ്റിലോട്ട് പോകുന്നതാണ് യലഹങ്ക സൈഡിലോട്ട് പോകുന്ന ലൈന്. കൃഷ്ണരാജപുരത്ത് നിന്ന് നേരെ യലഹങ്ക വഴി പോകുന്ന ട്രെയിനൊക്കെയുള്ളത്. ഇതൊരു ട്രയാങ്കിളാണ്. ഇപ്പോൾ ഇപ്പുറത്തെ ലൈൻ പോലെ തന്നെ അപ്പുറത്ത് കൂടെ വേറൊരു ലൈനുണ്ട്. അത് യലഹങ്ക സൈഡിൽ നിന്ന് സിറ്റി സ്റ്റേഷനിലോട്ട് പോകുന്ന ട്രെയിനൊക്കെയുള്ളതാണ്. ഇവിടെയൊക്കെ ലാൻഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ക്വാഡ്രൂപ്പിംഗ് പ്രോജക്റ്റിൻ്റെ തോന്നുന്നു കണ്ടിട്ട് മൊത്തം.
ഈ മുകളിൽ കൂടെ പോകുന്നതാണ് യശ്വന്ത്പൂരിലോട്ട് പോകുന്ന ലൈന്. ഹൊസൂരിൽ നിന്ന് യശ്വന്ത്പൂർ സൈഡിലോട്ട് പോകുന്ന ലൈന്. ബാംഗ്ലൂർ മെട്രോൻ്റെ ITD സെമെൻറ്റേഷൻ്റെ കാസ്റ്റിങ്ങിനാണ് കാണുന്നത്. അവിടെ ടണലിലുള്ള ഫ്രാഗ്മെൻറ്റ്സ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. നമ്മളിപ്പോൾ ജസ്റ്റ് ബയ്യപ്പനഹള്ളി സ്റ്റേഷനിലെത്തി. ITD പോലെ തന്നെ ഇവിടെ ആഫ്കോൺസിൻ്റെയും കാണാം. ഇതിപ്പോൾ ഈ പോകുന്നതാണ് SMVTയിലോട്ട് പോകുന്ന ലൈനാണ്. SMVTയിലോട്ട് ഒരു ട്രെയിൻ പോകുന്നതുണ്ടോ? അത് മുരുടേശ്വർ ബംഗളൂരു എക്സ്പ്രസ്. ഈ പോകുന്നത് മൈസൂർ ചെന്നൈ എക്സ്പ്രസ് ആണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഈസ്റ്റ് സ്റ്റേഷനിലെത്തി. ഈസ്റ്റ് വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നൊരു ബസ് ആയിരുന്നല്ലോ. അവിടെ JCB ചെയ്യുന്നതൊക്കെ ക്വാഡ്രൂപ്ലിംഗ് വർക്കിൻ്റെ ഭാഗമാണ്. ആ കാണുന്നത് ബാംഗ്ലൂർ മെട്രോൻ്റെ വർക്കാണ്. അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. ആ മുകളിൽ കാണുന്നതൊക്കെ സ്റ്റേഷൻ. താഴെയാണ് ആക്ച്വൽ സ്റ്റേഷൻ. മുകളിൽ സ്റ്റേഷൻ എൻട്രൻസ് മാത്രം. ഇത് ബാംഗ്ലൂർ മെട്രോൻ്റെ പിങ്ക് ലൈനിൻ്റെ വർക്കാണത്. അതാണ് കന്റോൺമെൻറ്റ് സ്റ്റേഷൻ ബാംഗ്ലൂർ മെട്രോൻ്റെ തോന്നുന്നു. നമ്മൾ ജസ്റ്റ് കന്റോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക് കയറുന്നത്. കന്റോൺമെൻറ്റിൻ്റെ ഡെമോ ഷെഡാണ് ഈ കാണുന്നത്. ഡെമോ ഷെഡിൽ മെയിൻ്റനൻസ് വന്നിരിക്കുന്ന റേക്കുകൾ. ഇതാണ് ഡെമോ ഷെഡ്. ഇത് സൺഡേ കൊണ്ട് അത്യാവശ്യം റേക്കുകളുണ്ട് അവിടെ. നമ്മൾ ജസ്റ്റ് കന്റോൺമെൻറ്റ് സ്റ്റേഷനോട്ട് കയറാം. ഡെമോ നടക്കുന്നതാണ്. ഇതാണ് ബംഗളൂരു കന്റോൺമെൻറ്റ് സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ അങ്ങേ അറ്റത്തെ ലൈനിലും ഒരു ഡെമോ നടക്കുന്നുണ്ട്.
അവിടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ട്രാക്കൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ വർക്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇതാണ് കവേർഡ് ഏരിയ. നല്ല ഭംഗിയിലൊരു പാർട്ട് ഓഫ് ദ സ്റ്റേഷനാണത്. എനിക്കത് പഴയ ടെർമിനസ് പ്ലാറ്റ്ഫോം ആയിരുന്നു തോന്നുന്നത്. അത് കണ്ട് ഇതൊക്കെ പഴയ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ്. ആ റൂഫൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാറ്റ്ഫോം. സ്റ്റാർട്ടറിൻ്റെ അവസ്ഥ എനിക്ക് കാണാൻ വയ്യ. ഇതാണത്. കാണാൻ ഭംഗിയുള്ളൊരു പ്ലാറ്റ്ഫോം ഷെൽട്ടറാണ്. ഇപ്പോൾ ഇതിൻ്റെ റീഡെവലപ്മെൻറ്റ് ഉണ്ട്. ആ റീഡെവലപ്മെൻറ്റ് സമയത്ത് അവരിത് റീറ്റെയിൻ ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ ബ്യൂട്ടിഫുള്ളാണിത്. കുറേ നേരം ടോയ്ലറ്റിലും ഇതൊന്നും വെള്ളം വരുന്നില്ല. അത് നോക്കാനുള്ളത് ചായയൊക്കെ മേടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കന്റോൺമെൻറ് സ്റ്റേഷൻ കിടക്കുന്നില്ല. കുറച്ചധികം നേരം ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്താണോ ഉദ്ദേശം? കാത്തു നിന്ന സമയത്ത് ഒരു മെമോ കയറി വന്നു. ഇത് എങ്ങോട്ടുള്ളതാണെന്നറിയില്ല. അങ്ങനെ കുറച്ചധികം നേരം നിന്നിട്ട് ആ കന്റോൺമെൻറ്റിൽ നിന്ന് വിട്ടു. തന്നെ സമയം 8:52. അപ്പോൾ 1 മണിക്കൂറിന് മേലെ ലേറ്റാണ്. അപ്പോൾ അങ്ങനെ കന്റോൺമെൻറ്റിൽ നിന്ന് പുറപ്പെട്ടു. ഇനി സിറ്റിയിലോട്ട് കയറുന്നതിൻ്റെ പ്രൊസീജിയർ എന്താണോ? സിറ്റിയിലോട്ട് കയറുന്നതിന് മുമ്പ് വീണ്ടും പിടിച്ചിടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമറ മാറ്റിയായിരുന്നു കേട്ടോ. പഴയ ക്യാമറ വേഴ്സസ് പുതിയ ക്യാമറയുടെ വിഷ്വൽ ക്വാളിറ്റീസ് ഒരു കമ്പാരിസൺ സൈഡ് ബൈ സൈഡ് ഇട്ടേക്കായത്. നമ്മുടെ സിഗ്നൽ റോഡ് നമ്പർ 8 എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല. നമ്മൾ ജസ്റ്റ് ഹോം സിഗ്നലിൽ നിന്ന് വിട്ടു. റോഡ് നമ്പർ 8 എന്ന് പറയുമ്പോൾ എനിക്ക് പ്ലാറ്റ്ഫോം 5 ആയിരിക്കും. 5 അല്ലെങ്കിൽ 6 ആയിരിക്കും. നമ്മൾ ജസ്റ്റ് സിറ്റി സ്റ്റേഷൻ എത്താനായപ്പോൾ ഒരു ബാംഗ്ലൂർ എക്സ്പ്രസ് എന്നൊരു പടം വരച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ആ ലെങ്ത് മുഴുവൻ അവർ വരച്ചിട്ടുണ്ട്. അന്നേ അവർ കൃഷ്ണരാജപുരത്തിൻ്റെ വാപ്പ് 4 വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വിഖ്യാതമായ റോങ് സൈഡ് റോഡ്. ഇവിടെ വണ്ടികളെ കണ്ടോ? കീപ്പ് റൈറ്റ് ഇവിടെ പോകുന്നത്. നമ്മുടെ സാധാരണ ഇതിൽ ഇന്ത്യയിൽ കീപ്പ് ലെഫ്റ്റ് അല്ല, ഇവിടെ കീപ്പ് റൈറ്റ് ആണ്. ഇത് ബാംഗ്ലൂർ സിറ്റിയിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണ്. അതിൻ്റെ പുറകിൽ മെട്രോ, അങ്ങ് ദൂരെ മെട്രോ അടിയിലോട്ട് പോകുന്നതാണ്, ടണലിലോട്ട് പോകുന്നതാണ്. അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. ഗ്രീൻ ലൈൻ മെട്രോ ആണത്. നമ്മൾ ജസ്റ്റ് ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷനിലോട്ട് കയറുകയാണ്. മിക്കവാറും ഇപ്പോഴത്തെ സൈഡിൽ തന്നെ ആയിരിക്കും പ്ലാറ്റ്ഫോം. എനിക്ക് തോന്നുന്നു 5ലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നത്. മറ്റേ സൈഡ് നമ്മൾ എൻട്രൻസ് ഒരുപാട് പ്രാവശ്യം മറ്റേ സൈഡ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ സൈഡ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്തായാലും കന്റോൺമെൻറ്റ് സൈഡിൽ നിന്ന് മൈസൂർ സൈഡിലേക്ക് പോകുന്ന ട്രെയിനുകൾ 5, 6, 7 പ്ലാറ്റ്ഫോമുകളിൽ മാത്രമേ പോവുള്ളൂ. 1, 2, 3, 4 പോകാൻ പറ്റില്ല. ഇത് സിറ്റി സ്റ്റേഷനിലോട്ട് കയറുന്ന റോഡ് കോംപ്ലക്സ് ആണ്. ചാര പറയുന്ന എല്ലാ ഭാഗത്തും റോഡുണ്ട്. അങ്ങേ അറ്റത്തായിട്ട് വേറൊരു റെയിൽവേ ലൈനുണ്ട്. അവിടെ ഇലക്ട്രിഫിക്കേഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. അത് സിറ്റി സ്റ്റേഷനിൽ നിന്ന് യശ്വന്ത്പൂരിലോട്ട് പോകുന്ന ലൈനാണ്. സിറ്റി സ്റ്റേഷനിൽ നിന്ന് മല്ലേശ്വരം വഴി യശ്വന്ത്പൂരിലേക്ക് പോകുന്ന ലൈനാണ്. നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ ലൈൻ വഴി പോകുന്നുണ്ട്. അപ്പോൾ നാളെ നമ്മൾ വീണ്ടും ഇതേ വഴി കൂടെ തിരിച്ചു പോകും. നമ്മളിപ്പോൾ മൈസൂർക്ക് പോവാണ്. ഇനിയിപ്പോൾ മൈസൂർ കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ ചെയ്തിട്ട് നാളെ നമ്മൾ വീണ്ടും ഇതേ വഴി, പക്ഷേ മല്ലേശ്വരം ലൈൻ വഴി പോകും. അവിടെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ ഞാൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്. ഇത് സിറ്റി സ്റ്റേഷനോട്ട് കയറാനുള്ള സെക്കൻഡ് എൻട്രൻസിലോട്ട് കയറാനുള്ള പുതിയൊരു ആക്സസ് റോഡാണെന്ന് തോന്നുന്നു. പുതിയൊരു ആക്സസ് റോഡാണ് തോന്നുന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ പ്ലാറ്റ്ഫോം 5ലേക്ക് ചെല്ലുന്നു. ഈ കാണുന്നതാണ് സിറ്റി സ്റ്റേഷൻ്റെ രണ്ടാമത്തെ എൻട്രൻസ്.
നേരെ പ്ലാറ്റ്ഫോം നമ്പർ 7-ൻ്റെ 8-ൻ്റെ ഇടയ്ക്കോട്ട് വന്ന് കയറുക. അപ്പോൾ അതാണ് 7. നമ്മൾ പ്ലാറ്റ്ഫോം 5-ലേക്ക് കയറുക. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാണാനില്ല. വരുന്ന സമോസ വടയൊക്കെയാണ് നോക്കാനുണ്ട്. ഈ സമയത്ത് ചറ പറയുന്ന ട്രെയിനുണ്ട് മൈസൂർക്ക്. കാര്യം എന്താ പറയുന്നത്, ഈ പ്രദേശത്തു നിന്ന്, അതായത് ബാംഗ്ലൂർ ടെർമിനേറ്റ് ചെയ്ത് നോക്കുന്ന കുറേ ട്രെയിനുകൾ അവർ പിടിച്ച് മൈസൂർക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അതെല്ലാം ഈ സമയത്താണ് മൈസൂർ. അപ്പോൾ രാവിലെ ഒരു 5:30 മുതൽ ഒരു 9 മണി വരെ ഏകദേശം ഒരു 15 മിനിറ്റ് ഗ്യാപ്പിൽ ഒരു ട്രെയിനുണ്ട്. ഇവിടുന്ന് സ്ലീപ്പറിലോട്ട് നല്ല തിരക്ക് കയറാനുണ്ട്. കഴിക്കാനുള്ള ഐറ്റംസ് ഒന്നും വെൻഡേഴ്സ് ഒന്നും കണ്ടില്ല. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് സമോസയും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെങ്കിലും മേടിച്ച് വെക്കാം. ഒന്നുമില്ലെങ്കിൽ പണി കൊള്ളല്ലോ. ഒരു 4 സമോസ മേടിച്ചോളൂ. ഇവിടെ സമോസയുള്ളത്. എനിക്ക് സമോസ മേടിച്ചോളൂ. മീൻമേൽ മൈസൂർ ഭാഗത്തേക്കുള്ള വേറൊരു ട്രെയിൻ പോവാം. ഇപ്പോൾ എന്തെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കൃഷ്ണരാജപുരത്തിന് 30284 ആണ് ലോക്കോ. പതിയുന്നുണ്ടോയെന്ന് അറിയില്ല. അത് മിക്കവാറും ബസവ എക്സ്പ്രസ് ആവാനാണ് സാധ്യത. അതെ, ബസ് വേണം. അപ്പോൾ അവൻ പോയിട്ട് നമ്മൾ പോകുള്ളൂ. ഞാനിപ്പോഴത്തെ യാർഡ് ഇവിടെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഏതൊരു റേക്കാണ് നിൽക്കുന്നത്. ബോർഡൊന്നും ന്യൂഡൽഹി. അപ്പോൾ ഇതാക്കെ കർണാടക എക്സ്പ്രസ്. അങ്ങേറ്റത്ത് ബസവ എക്സ്പ്രസ് ഇറങ്ങി പോകുന്ന കാണാം. അവനിനി പോയി ഒരു ബ്ലോക്ക് ക്ലിയർ ചെയ്താലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് ഈ പ്ലാറ്റ്ഫോം നമ്മൾ തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ കയറിയെന്ന് വെച്ചാൽ അവിടെ വരെ പോയി പിടിക്കാൻ വയ്യ. കാരണം അതിനിടയ്ക്ക് അങ്ങനെ അനങ്ങി തുടങ്ങി ചാടി കയറാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അതേതാ ട്രെയിനെന്ന് അറിയില്ല. എന്തായാലും 41411 ആണ് ലോക്കോ. എനിക്ക് ടൈമിങ്ങൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ ചാമുണ്ഡി എക്സ്പ്രസ്സോ വല്ലതും ആയിരിക്കണം. അത് ബോർഡ് അതുപോലെ ഉണ്ട് കണ്ടിട്ട്. ചാമുണ്ഡി എക്സ്പ്രസ് ആയിരിക്കണം. ചാമുണ്ഡി എക്സ്പ്രസ്സിന് ഒരു വീഡിയോ ചെയ്തിട്ടാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബാംഗ്ലൂർ എത്തിപ്പിക്കും ട്രെയിൻ ഏറെക്കുറെ കാലിയായി. വളരെ കുറച്ച് യാത്രക്കാർ ബാക്കിയുണ്ട്. സ്റ്റാൻഡേർഡ് ഇൻറ്റീരിയേഴ്സ്. ഏറെക്കുറെ കാലിയായി. കുറച്ച് യാത്രക്കാരും കൂടി ബാക്കിയുണ്ട്. എത്ര പേര് മൈസൂർ വരെ പോകുന്നുള്ള കണ്ടറിയാം. സമയം ഇപ്പോൾ 9:35. ഇവിടുന്ന് 8:45 മറ്റോ പോകേണ്ട വണ്ടിയാണെന്ന് തോന്നുന്നത്. ഇതിനെങ്ങനെ പിടിച്ചിട്ട് ലേറ്റ് ആക്കാന്ന് പറയുന്നത്. ആ നേരത്തെ വന്നത് ചാമുണ്ഡി എക്സ്പ്രസ് തന്നെയാണ്. മൈസൂരു രാജ്യറാണി വാർ ചാമുണ്ഡി. അങ്ങേ അറ്റത്ത് ആ ട്രെയിൻ കിടക്കുന്നത് യാർഡിലാണ്. ഇപ്പം നമ്മൾ പോകുന്നത് 5 അതിന് തൊട്ടപ്പുറത്ത് 6, പിന്നെ അതിനിടയ്ക്ക് 7, 8 ഉണ്ട്. അതിനിടയ്ക്ക് 7, 8 ഉണ്ട്. ഇതായിരുന്നു ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷൻ. നമ്മൾ കഴിഞ്ഞ പ്ലാറ്റ്ഫോം 7, 8 ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 9, 10 ഉണ്ട്. അതിൽ 8, 9, 10 യശ്വന്ത്പൂർ സൈഡിലോട്ട് പോകുന്ന ട്രെയിൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ദൂരെ കാണുന്നതാണ്, ആ കാണുന്നതാണ്, അതാണ് പിറ്റ് ലൈനുകൾ. വേറൊരു പിറ്റ് ലൈൻ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് അത് കാണാൻ പറ്റുമെന്ന് കണ്ടേക്കാം. ഇപ്പുറത്തെ സൈഡിലും പിറ്റ് ലൈനുകളുണ്ട്. ഏറ്റവും പക്ഷേ ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. ആ കോച്ച് ആ ട്രെയിൻ കിടക്കുന്നില്ലേ,
അത് പിറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് നാന്ദേഡ് എക്സ്പ്രസ് ആണ്, അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് പിറ്റ്. നമ്മളിപ്പോൾ പ്രോബ്ലി ഇവിടെ കിടക്കുമ്പോൾ പിറ്റിലേക്കുള്ള പിറ്റിൻ്റെ റാമ്പാണ് ഇതാ. പിറ്റിൻ്റെ റാമ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ സൈഡിൻ്റെ പിറ്റ് ലൈന്. നമ്മളങ്ങനെ മൈസൂർ ലൈനിലോട്ട് കയറുകയാണ്. ജസ്റ്റ് മൈസൂർ ലൈനിലോട്ട് കയറി. ഈ ലൈൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ് ഇതിന് മുമ്പ് ചാമുണ്ഡി എക്സ്പ്രസ്സിൽ വന്നപ്പോൾ. അതിന് ശതാബ്ദിക്ക് പോയപ്പോഴും ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചായിരുന്നു. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഷനായ ജ്ഞാനഭാരതി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോൾട്ട് സ്റ്റേഷനാണ് ജ്ഞാനഭാരതി ഹോൾട്ട് എന്ന് പറഞ്ഞാൽ. ആ ബാക്കിൽ കാണുന്നതാണ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. നമ്മൾ ജസ്റ്റ് കെങ്കേരി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിലൊക്കെ നല്ല തിരക്കുണ്ട്. എനിക്ക് ബാക്കിൽ മെമോ വരാനുണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ തോന്നുന്നു. നല്ല തിരക്കുണ്ട് പ്ലാറ്റ്ഫോം, നല്ല തിരക്കുണ്ട് പ്ലാറ്റ്ഫോമിൽ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനുള്ള ആൾക്കാരെന്ന് തോന്നുന്നു. മെമോ കാണുന്നുണ്ട് പുറമെ, എൻ്റെ ആൾക്കാരെന്ന് തോന്നുന്നു. അപ്പുറത്ത് കിടക്കുന്ന റാണി ചെന്നമ്മയുടെ റേക്കാണ്. ഒരു പുത്തൻ സെക്കൻഡ് ക്ലാസ് കോച്ചാണ്. 235922 2023 MCF ബിൽട്ടാണത്. MCF ബിൽട്ട് നമുക്ക് കണ്ട തിരിച്ചറിയാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് അവർ ആ സെക്കൻഡ് ക്ലാസ്സിന് ഇരിക്കുന്നില്ല, അത് സ്റ്റിക്കർ വർക്കാണ്. അവരൊരു എന്താ പറയുക, ഷാഡോ എഫക്റ്റ് ഉള്ള സ്റ്റിക്കർ വർക്കാണ് അവർ ചെയ്യുന്നത്. തൊട്ടിപ്പുറത്തെ കോച്ച് കാണാൻ, തൊട്ടിപ്പുറത്തെ കോച്ചിൽ പ്ലെയിൻ ബ്ലൂ ആണ്. ഇത് ICF അല്ലെങ്കിൽ RCF ആയിരിക്കും. അവർ രണ്ടുപേരും പ്ലെയിൻ ബ്ലൂ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കെങ്കേരിയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മളിനി വഴിയിൽ ബസ്സവേ ഓവർടേക്ക് ചെയ്യുമെന്നറിയില്ല. കാര്യം ബസ്സവ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് എത്തേണ്ട വണ്ടിയാണ്. നമ്മൾ 11:15 ബസ്സവ 11:45 മൈസൂർ എത്തേണ്ടത്. പക്ഷെ ബസ്സവ നമ്മളെക്കാട് മുന്നേ പോയിട്ടുണ്ട്. അവിടെ ബോർഡുണ്ട്, ബെളഗാവി എക്സ്പ്രസ് ബോർഡുണ്ട്. ഇത് KSR ബംഗളൂരു ബെളഗാവി എക്സ്പ്രസ് ആയിട്ടും KSR ബംഗളൂരു മീരജ് റാണി ചെന്നമ്മ എക്സ്പ്രസ് ആയിട്ട് ഓടുന്ന റേക്കാണ്, ഷെയറിംഗ് ആണ്. ഇതായിരുന്നു കെങ്കേരി. അവിടെ ഒരു ട്രാക്ക് ഉണ്ട്. അത് കോച്ചുപൊടി ഗാർഡിലോട്ട് പോകുന്ന ട്രാക്കാണ്. കുറച്ച് നേരത്തെ വിഷ്വൽസ് 1-2 കോച്ച് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ക്യാപ്ചർ ആയത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഹെജ്ജല സ്റ്റേഷനാണ്, ഹെജ്ജല. ഇതാണ് രാമനഗരം. ഇവിടുന്ന് കയറിയിട്ട് ആൾ കയറാനില്ല. കാര്യം നമ്മൾ തൊട്ട് മുന്നിൽ ബസ്സവ പോയിട്ടുണ്ട്. ബസ്സവ ഇവിടെ ജസ്റ്റ് നിർത്തിയിട്ട് നമ്മൾ തൊട്ട് മുന്നേ തന്നെ പോയിട്ടുണ്ട്. ബസ്സവയ്ക്ക് അത്യാവശ്യം ഇഷ്ടംപോലെ സ്റ്റോപ്പുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ലോണം ലേറ്റാണ്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വിട്ടപ്പോൾ 1 മണിക്കൂർ മേലെ ലേറ്റായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ. അപ്പോൾ അതാണ് സ്റ്റേഷൻ ബിൽഡിങ്. അവിടെ കാണുന്ന സ്റ്റേഷൻ ബിൽഡിങ്. അതിനപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് കാണാം. ആ ഫ്രണ്ടിൽ ജനറലോട്ട് കയറാനുള്ള തിരക്കുണ്ട് അവിടെ. ജനറലോട്ട് കയറാനുള്ള നല്ല അടിപൊളി തിരക്കാണ് അവിടെ. ഒരുപാട് ദൂരത്തോട്ട് പോകുന്നില്ല, കാര്യം മിക്കവാറും ഉടനെ വിടും. ഇല്ല, സ്റ്റാർട്ടർ റെഡാണ്. ജസ്റ്റ് പുറപ്പെട്ടു. അത്യാവശ്യം നല്ല കാറ്റുണ്ട് പുറത്ത്. ആ കൊടി ഇപ്പോൾ ഏകദേശം തുറന്നു വരുന്നുണ്ട്. ഹായ്. രാമനഗരം സ്റ്റേഷൻ ആക്ച്വലി മറ്റേ ഷോളെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു. അങ്ങനെ വളരെ ഫേമസ് ആണ്. ആ ഷോളെ ഹിൽസ് അതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു.
ചെട്ടിഹള്ളി സ്റ്റേഷനാണ്. ഇവിടെ എന്തൊരു കളർ വ്യത്യാസം കണ്ടു. പാർസൽ ട്രേക്കാണ്. അപ്രതീക്ഷിതമായിട്ടൊരു ഡീസൽ ഹൗളിൻ്റെ ട്രെയിൻ കിട്ടി. ചാമരാജനഗർ തുംകൂർ എക്സ്പ്രസ് ആണ്. എനിക്ക് അറിയില്ല ഡീസൽ ലിങ്ക് ആണെന്നുള്ളത്. ഞാനൊരു വാഗൺ അയനായിരുന്നു പ്രതീക്ഷിച്ചത്. നമ്മളിപ്പോൾ ജസ്റ്റ് മദ്ദൂർ സ്റ്റേഷൻ വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ ലൈനാണ്, പ്ലാറ്റ്ഫോമിലൊന്നുമല്ല. നമുക്കിവിടെ സ്റ്റോപ്പില്ല. നമ്മുടെ ഫ്രണ്ടിൽ ബസ്സോ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് കടന്നുകൂടാൻ വേണ്ടി നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുന്നതാണ്. മദ്ദൂർ എത്തിയിട്ട് മദ്ദൂർ വട കഴിച്ചില്ല എന്നാരും പറയേണ്ടത്. കിടക്കുന്നു. ഇതാണ് മദ്ദൂർ വട. ഇതിന് മുമ്പിലത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് അരിപ്പൊടി, റവ, മൈദ എല്ലാം ഒക്കെ കൂടി ഉണ്ടാക്കുന്നൊരു വടയാണ്. കൂടെ ഒരു കപ്പ് കാപ്പി. പിന്നെ നമ്മൾ ഏതോ ഒരു സ്റ്റേഷനിലോട്ട് എത്തുകയാണെന്ന് തോന്നുന്നു. ഏതാണെന്ന് അറിയില്ല. അതന്നെ ഹനക്കേരെ. നമ്മൾ ജസ്റ്റ് മണ്ഡ്യ സ്റ്റേഷനിലെത്താണ്. അൺയൂഷ്വലി നമ്മുടെ കോച്ചിന് ഫ്ലാറ്റ് വീലില്ല കേട്ടോ. മറ്റേ നമ്മുടെ കോച്ചിന് എപ്പോഴും നല്ലോണം ഫ്ലാറ്റ് വീൽ ഉണ്ടാവാറാണ്. പിന്നെന്തോ നമുക്ക് ഫ്ലാറ്റ് വീലില്ല. ഇവിടെ ഒരു ട്വിൻ വാഗ് 7 ഹൗൾഡ് ഫ്രൈറ്റ് ഉണ്ട്. 28328ഉം 28366ഉം ഗുന്തക്കലിൻ്റെ ലോക്കോസാണ്. ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോം ഷെൽട്ടറിന് വർക്ക് നടക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ ഇവിടുത്തെ ട്രെയിനൊന്നും വരാനില്ലാന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് തിരക്കൊന്നും കാണാനില്ല. നമ്മളങ്ങനെ പുറപ്പെട്ടു. ഇപ്പുറത്തൊരു BCNA ഉണ്ട്. ആക്റ്റീവാണ്. ട്വിൻ വാഗ് 7s ഉണ്ട്. ഈ റോഡ് ഷെഡിൻ്റെ BHEL ബിൽഡ് വാഗ് 7 ആണ്. 24655ഉം 28679. സോ ദാറ്റ് വാസ് മണ്ഡ്യ സ്റ്റേഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് മൈസൂരാണ്. നമ്മളങ്ങനെ പാണ്ഡവപുരം കഴിഞ്ഞു. ജസ്റ്റ് ഇനി കാവേരി നാടിൽ കടക്കാൻ പോകണം. ഇവിടെ കരിമ്പ് വിളവെടുത്ത് തുടങ്ങിയവർ. കാവേരിക്ക് കുറുകെയുള്ള ആദ്യത്തെ പാലം. അപ്പുറത്ത് പഴയ പാലവും കാണാം. ഇത് കാവേരി നദി. ഇത് കഴിഞ്ഞാണ് ശ്രീരംഗപട്ടണം സ്റ്റേഷനാണ്. ഈ സ്റ്റേഷൻ കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പാലമായി.
അപ്പം അങ്ങനെ കാവേരി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇത് പശ്ചിമവാഹിനി. അപ്പം ഇനി മൈസൂരിലേക്ക് വലിയ ദൂരമില്ല. ഇനി നമ്മൾ മൈസൂർ സാറ്റലൈറ്റ് ഗുഡ്സ് ടെർമിനലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഫ്ലൈറ്റാണ് ഈ കാണുന്നത്. ഇതാണ് മൈസൂർ സാറ്റലൈറ്റ് ഗുഡ്സ് ടെർമിനൽ. കുറച്ച് നേരത്തെ അകത്തിരിക്കുന്ന സമയത്ത് വടയാർ എക്സ്പ്രസ് പോയായിരുന്നു. നമ്മൾ മോറോലെസ് മൈസൂർ എത്താറായി. 134 കാണിക്കുന്നത്. എനിക്ക് 137 140 ആണെന്ന് തോന്നുന്നു മൈസൂർ. അങ്ങനെ നമ്പേഴ്സ് എപ്പോഴും മറന്നു പോകും. ഗുഡ്സിന് അപ്പുറത്ത് പൊക്കത്തിലൂടെ വേറൊരു OH വരുന്ന കാണാൻ പറ്റും. വേറൊരു റെയിൽ ലൈൻ വരുന്ന കാണുന്നുണ്ടാവും. അതാണ് ഹാസൻ മൈസൂർ ലൈൻ. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പെൻഡിങ്ങുള്ള ലൈനുകളൊന്നാണ്. ആ കാണുന്നതാണ് ഹാസൻ മൈസൂർ റെയിൽവേ ലൈൻ. അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ട്രിപ്പ് എന്തെങ്കിലും വരും. വൺ ബൈ 8 എന്നാണ് കാണിക്കുന്നത് ആ ലൈൻ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 137 വല്ലതും ആയിരിക്കും മൈസൂർ. നമ്മളിപ്പോൾ 135 എത്തി. നമ്മൾ ജസ്റ്റ് മൈസൂർ സ്റ്റേഷനിൽ കയറാം. മൈസൂർ സ്റ്റേഷൻ്റെ ഹോം സിഗ്നലാണ് കാണുന്നത്. റോഡ് നമ്പർ 2 എന്നാണ് കാണിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഷണ്ടിങ് ലൈനാണ്. ഇനി മുമ്പിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഷണ്ടിങ് ലൈനും മറ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എനിക്കറിയില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മൈസൂർ യാർഡ്, കോച്ചിങ് യാർഡ്. നമ്മൾ നാളെ യാത്ര ചെയ്യേണ്ട ട്രെയിൻ ഈ യാർഡിൽ നിന്നുള്ള ട്രെയിനാണ്. ചിലപ്പോൾ അതിൻ്റെ റേക്ക് ഓൾറെഡി യാർഡിലുണ്ടാവും, അറിയില്ല. നാളെ രാവിലെ നമ്മളിവിടെ പുതിയൊരു യാത്ര തുടങ്ങും. അടുത്ത വീഡിയോ ആണ് അതെന്തായാലും. അപ്പോൾ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഈ കാണുന്നതാണ് മൈസൂർ കോച്ചിങ് യാർഡ്. ഇവിടെ കുറച്ച് ഇവിടെ റോയപ്പുറത്തിന് 30390 കുറച്ച് EMTസും കിടക്കുന്നുണ്ട്. WDG 4D 70654 കാസിപ്പേട്ടിൻ്റെ. നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇപ്പുറത്ത് G9 31172 എല്ലാം കൂടെ ഷണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ആൽക്കോ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഒരു LHB റേക്കാണ്. സോറി, ആൽക്കോ അല്ല, EMD 40454 LHB റേക്കാണ്. ഗോൽഗുംബാസ് ബാർ ഹംപി. നമ്മളങ്ങനെ മൈസൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ഇനി ഞാൻ ഉള്ളിൽ പോയി എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത്, ബാഗ് പാക്കാണ്, എന്നാലും എൻ്റെ ലാസ്റ്റ് മൊമെൻ്റ് ഒന്ന് ചെക്കൊക്കെ ചെയ്തിട്ട് പുറത്ത് വരാം. എന്നിട്ട് നമുക്ക് പോയി ലോക്കോ കാണാം. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. ആ കാണുന്നത് സൈഡിങ് ലൈനാണ്. ഇപ്പുറത്തുള്ള ഇതാണ് മെയിൻ സ്റ്റേഷൻ ബിൽഡിംഗ്. നമ്മൾ ദൂരെ കൊടിയൊക്കെ കാണാം. പണ്ട് ഈ ട്രെയിൻ പ്ലാറ്റ്ഫോം 1 വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്ലാറ്റ്ഫോം 1 കാലി വെച്ചിരിക്കുന്നത് ഇതിന് വേണ്ടിയാണ്, വന്ദേ ഭാരതിന് വേണ്ടിയാണ്.
അപ്പോൾ ആ കാണുന്ന ടവറൊക്കെ മൈസൂർ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളങ്ങനെ മൈസൂരെത്തി. ഇനി ഫ്രണ്ടിൽ പോയി നമുക്ക് നമ്മുടെ ലോക്കോ ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങാം. നല്ല അടിപൊളിയല്ലേ? പ്ലാറ്റ്ഫോമിൽ നീളം കുറവാണ്, അതുകൊണ്ടായിരിക്കും. അവിടെ ഇപ്പോൾ ഒരു ജസ്റ്റ് ലോക്കോ ഡിസ്കണക്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ പോയി ലോക്കോ കണ്ടിട്ട് വരാനുള്ള സമയമുണ്ട്. ഈ കാര്യം നമ്മളിവിടെ എത്തിച്ച ലോക്കോ 37068 ജസ്റ്റ് ഇൻകമിങ് ക്രൂ ഇറങ്ങുന്നേ ഉള്ളൂ. ബാക്കിലെ സ്റ്റേഷനാണ്. അപ്പുറത്തൊരു DP4B കിടക്കുന്നുണ്ട്. അതൊരു LHB റേക്കോട്ടാണ് നിൽക്കുന്നത്, ഏതാ റേക്കെന്ന് അറിയില്ല. ഇപ്പുറത്തൊരു LHB റേക്കുണ്ട്. നമ്മുടെ ലോക്കോവും നമ്മുടെ മൈസൂരിലെ ക്ലോക്ക് ടവറും ഇൻ വൺ സിംഗിൾ വ്യൂ. അവിടെ വരെ ലോക്കോയുടെ HOG കണക്ടേഴ്സൊക്കെ ഡിസ്കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. മറ്റേ കൺട്രോൾ കേബിൾ ഡിസ്കണക്ട് ചെയ്തു. മെയിൻ പവർ കേബിൾ ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അത് കുറച്ച് നേരത്തെ പണിയുണ്ടാവും, അത് കാര്യം അത് കെട്ടിയൊക്കെയാണ് വയ്ക്കുന്നത്. ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു. നമുക്കെന്നാൽ തിരിച്ച് പുറത്തോട്ട് പോകാം. അങ്ങനെ ലഗേജൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോം 1 വന്ദേ ഭാരത് എത്തി. ഇന്നത്തെ ദിവസം ലിഫ്റ്റും വർക്ക് ചെയ്യുന്നില്ല, എസ്കലേറ്ററും വർക്ക് ചെയ്യുന്നില്ല, എല്ലാം കൊണ്ടും കഷ്ടകാലമാണ്. അപ്പോൾ നമുക്കിതുവഴി പുറത്തോട്ട് ഇറങ്ങിയേക്കാം. ഒരു ഓട്ടോ എടുത്തിട്ട് നിന്നിട്ട് റൂമിലേക്ക് പോകാം. അപ്പോൾ നമ്മളതിൻ്റെ മൈസൂർ സ്റ്റേഷൻ്റെ പുറത്തെത്തി. ഇതാണ് മൈസൂർ സ്റ്റേഷൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേഷനാണ്. പഴയ മഹാരാജാവിൻ്റെ കാലത്ത് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇവിടെ നല്ലൊരു ഐ ലവ് മൈസൂർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഹോട്ടലിലേക്ക് പോട്ടെ. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക് കമൻറ്റ്സ് ഒക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കൂടെ വരിക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.